ഭദ്രി, എൻ്റെ ചുണ്ടിൽ എപ്പോഴും മുഴങ്ങി കേൾക്കുന്ന പേര്. കണ്ണൻ കളിയാക്കും എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ്. പ്രണയിക്കുന്നതും ഒരു വിപ്ലവമാണല്ലോ. കണ്ണനുമൊത്ത് സംസാരിച്ചിരിക്കുമ്പോൾ കൂട്ടുകാർക്കൊത്ത് കോളേജ് വരാന്തയിലൂടെ നടന്നു പോകുന്ന സഖാവിനെ കാണുമ്പോൾ ഇരുന്നിടത്തുനിന്ന് സ്വയം മറന്ന് എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. ഹൃദയത്തിൽ നിന്ന് അവനിലേക്കൊരു അനുരാഗ നദി ഒഴുകി തുടങ്ങിയിരുന്നു. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന ആശയം ഉയർത്തി അവൻ സമരം ചെയ്യുമ്പോൾ അവൻ്റെ പ്രണയം ആഗ്രഹിച്ച് ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്ന ഹൃദയമുണ്ടായിരുന്നു ഉള്ളിൽ. ചുമ്മാ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിയാണ് വരികൾ ഓരോന്നും കുത്തിക്കുറിച്ച് അവൻ്റെ പുസ്തകങ്ങൾക്കിടയിൽ വെച്ചിരുന്നത്. ലൈബ്രറിയിലും ക്ലാസ്സിലുമൊക്കെ ഇരുന്ന് അവൻ പുഞ്ചിരിയോടെ അതിരുന്ന് വായിക്കുന്നത് ആഹ്ലാദത്തോടെ കണ്ടു നിന്നിട്ടുണ്ട്. എന്നിൽ അവൻ നിറയുന്നുണ്ടായിരുന്നു. ആളെ കണ്ടുപിടിക്കാനുള്ള കൗതുകത്തോടെ അവൻ പിന്നാലെ വരുമ്പോൾ തിരിഞ്ഞു നോക്കാതെ ഓടി ഒളിച്ചിരുന്നു. ദിവസങ്ങൾ കൊഴിഞ്ഞു പോകുമ്പോൾ ഉള്ളിൽ നൊമ്പരം ഉണരും. അവൻ അവസാന വർഷ എക്സാം എഴുതി പടിയിറങ്ങുമ്പോൾ ഒരു തിരിഞ്ഞു നോട്ടത്തിന് കൊതിച്ചിട്ടുണ്ട്. തിരിഞ്ഞു നോക്കാതെ അവൻ ഇറങ്ങിപ്പോയപ്പോൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. കോളേജിൻ്റെ ചുവരുകളിൽ എൻ്റെ തേങ്ങലുകൾ ചിതറി തെറിച്ചു. അവിടം അവസാനിച്ചുവെന്ന് കരുതി. എന്നിട്ടും എൻ്റെ സ്വപ്നത്തിൽ അവൻ നിറഞ്ഞു നിന്നു. കാണാൻ കൊതിക്കുന്ന നേരം അവൻ അരികിലുണ്ടെന്ന് കരുതി ഓരോ നിമിഷവും തള്ളി നീക്കി. ഇടയ്ക്ക് വെറുതെ കൊതിക്കും, എന്നെ കണ്ടുപിടിച്ച് ഒരു ദിവസം അരികിലേക്ക് അവൻ ഓടിയെത്തുമെന്ന്. ക്ലാസ്സിലിരിക്കുമ്പോൾ വെറുതെ ജനാലയിലൂടെ ആ നീളൻ വരാന്തയിലേക്ക് നോക്കും, അവൻ വരുന്നുണ്ടോ എന്ന്. ചിലപ്പോൾ തന്നെ നോക്കി പുഞ്ചിരിച്ച് നടന്നു വരുന്നത് കാണാം. പക്ഷേ അടുത്ത നിമിഷം മനസ്സ് തിരിച്ചറിയും എല്ലാം അവനോടുള്ള പ്രണയത്തിൻ്റെ കുസൃതികളാണെന്ന്. വെറും തോന്നലുകൾ. അത് തിരിച്ചറിയ നേരം ഒരുപാട് കരയും, ഹൃദയവേദനയിൽ പിടയും. ഓരോ മഴ നനയുമ്പോഴും അവനാകും മനസ്സിൽ. അവൻ്റെ ഓർമ്മകൾ ഹൃദയത്തിൽ ഒരു മഴയായി പെയ്തിറങ്ങും. പ്രണയം വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർത്തപ്പോൾ നെഞ്ചിൽ നിന്നൊരു ഭാരം ഒഴിഞ്ഞു പോയതായി അവൾക്ക് തോന്നി. ബദ്രി മിണ്ടാതെ കിടക്കുമായിരുന്നു. ചെന്നിയിലൂടെ കണ്ണുനീർ ഒഴുകിയിറങ്ങുന്നു. അച്ചു അവനെ നോക്കി മെല്ലെ തട്ടി വിളിച്ചു. ബദ്രി അവനെ അവനിലേക്ക് അമർത്തി പിടിച്ചു. ഭ്രാന്തമായി മുഖം മുഴുവൻ ചുംബിച്ചു. അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അവൻ മെല്ലെ അവളെ അടർത്തി മാറ്റി. ഞാൻ എന്താ വിളിക്കണ്ടേ? അവൾ ശബ്ദം താഴ്ത്തി ചോദിച്ചു. ബദ്രി ഒന്നും പറഞ്ഞില്ല. കണ്ണേട്ടാന്ന് ബാക്കി പറയും മുന്നേ അവൻ്റെ വിരൽ അവളുടെ അധരങ്ങളെ ബന്ധിച്ചു. എൻ്റെ അച്ചൂടൻ്റെ കിണ്ണനായിരിക്കാനാ എനിക്ക് ഏറ്റവും ഇഷ്ടം. പ്രണയത്തോടെ ആ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി അവൻ പറഞ്ഞു. കിണ്ണാ വിളിച്ചപ്പോൾ ശബ്ദമിടറി. ആ ശബ്ദം അവൻ്റെ ഹൃദയ കവാടത്തിൽ വന്ന് പ്രതിധ്വനിച്ചു. കണ്ണുകൾ നിറഞ്ഞു, ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ഒന്നൂടെ വിളിച്ചേ, കിണ്ണാ, ഒന്നൂടെ പ്ലീസ്. അവൻ കൊതിയോടെ കാതോർത്തു. കിണ്ണാ. എന്തോ നിറ കണ്ണുകളാൽ അവൻ വിളിയേട്ടു. രണ്ടുപേരും അറിയാതെ ചിരിച്ചുപോയി. പരസ്പരം പുണർന്നു കിടന്നു. വിശക്കുന്നില്ലേ അച്ചൂട്ട? അവൻ അവളുടെ മുടിയിഴകളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. അവൾ തലയാട്ടി. ബദ്രി മുഖം തുടച്ച് എഴുന്നേറ്റിരുന്നു. പതിയെ അവളെ എണീപ്പിച്ചിരുത്തി. കൈ കഴുകി വന്ന് അവൾക്ക് വാരി കൊടുത്തു. മടി കൂടാതെ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി വാങ്ങിക്കഴിച്ചു. ഇനി എന്നും ഞാൻ വാരി തന്നോട്ടെ അച്ചു? ഭക്ഷണം കഴിപ്പിച്ച് അവളെ വീണ്ടും നെഞ്ചോട് ചേർത്ത് കിടത്തി അവൻ ചോദിച്ചു. അച്ചു അതിശയത്തോടെ അവനെ നോക്കി. മൂളിക്കൊണ്ട് പ്രണയത്തോടെ അതിലുപരി ആരാധനയോടെ അവനെ വാരി പുണർന്നു. ബദ്രി ഉറക്കച്ചോയുടെ കണ്ണുകൾ തുറന്നു. അടുത്ത് കിടന്ന പാറുക്കുട്ടിയെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ച് മുഖം ചേർച്ച് നോക്കി. നിലക്കണ്ണാടിയിൽ നോക്കി പാട്ടു മൂളിക്കൊണ്ട് തല തുവർത്തുന്ന അച്ചുവിനെ കണ്ടു. ചെറിഞ്ഞു കിടന്ന് തലക്ക് കൈ താങ്ങ് കൊടുത്ത് അവളെ പുഞ്ചിരിയോടെ നോക്കി. നേർത്ത സ്വരത്തിൽ മൂളിക്കൊണ്ട് അവൾ നെറുകയിൽ കുങ്കുമം തൊടാൻ ഒരുങ്ങിയതും ബദ്രി പുഞ്ചിരിയോടെ പാട്ടിൻ്റെ രണ്ടുവരി മൂളി. അച്ചു ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. ബെഡിൽ അവളെ തന്നെ നോക്കി കിടക്കുന്ന ബദ്രി. അവൻ്റെ ചുണ്ടിൽ അവൾക്കായി മാത്രം ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അച്ചു മിഴികൾ താഴ്ത്തി മെല്ലെ ചിരിച്ചു. ബദ്രി എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് ചെന്നു. അച്ചു പിടയുന്ന മിഴികളോടെ അവനെ നോക്കി. അവൻ ചെറുചിരിയോടെ അവളുടെ കയ്യിൽ നിന്ന് തോർത്തു വാങ്ങി. അച്ചു എന്തെന്ന ഭാവത്തിൽ അവനെ നോക്കി. ബദ്രി ആ നോട്ടത്തെ ഒരു കുസൃതി ചിരിയാലെ അവഗണിച്ചുകൊണ്ട് അവളുടെ തല ഒന്നുകൂടെ തുവർത്തി കൊടുത്തു. കണ്ണുകൾ വിടർത്തി അവനെ നോക്കുന്ന അവളുടെ നെറുകയിൽ ചുണ്ടമർത്തിക്കൊണ്ട് അവൻ വീണ്ടും തുവർത്തി കൊടുത്തു. എത്ര നാളായെന്നോ ഇതൊക്കെ ചെയ്തു തന്നിട്ട്? അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. പിന്നെ പിന്തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ അവൻ്റെ കൈകളിൽ അച്ചു പിടിച്ചു വെച്ചു. എന്താ അച്ചു? അവൻ സംശയത്തോടെ ചോദിച്ചു. അവൾ നിഷേധഭാവത്തിൽ തലയാട്ടിക്കൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് നെഞ്ചിലേക്ക് തലചായ്ച്ചു. അവളുടെ നീക്കത്തിൽ അവനൊന്ന് അമ്പരുന്നുവെങ്കിലും പിന്നെ പുഞ്ചിരിയോടെ അവളുടെ കുഞ്ഞു ശരീരത്തെ പൊതിഞ്ഞു പിടിച്ചു. രണ്ടുപേരുടെ ഉള്ളിലും പ്രണയമായിരുന്നു. കഴിഞ്ഞ രാത്രിയിലെ തുറന്നു പറിച്ചിലുകളിൽ അച്ചു എന്ന പ്രണയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ബദ്രി വീണുപോയിരുന്നു. എത്ര ചേർത്ത് പിടിച്ചിട്ടും മതിയാകാത്ത പോലെ. എത്ര നാൾക്ക് ശേഷമാണ് അവൾ ഇഷ്ടത്തോടെ ഒന്ന് ചേർന്ന് നിന്നത്.
അവൻ അവളുടെ ഒഴിഞ്ഞുകിടന്ന സീമന്തരേഖയിൽ ചുംബനപ്പൂക്കൾ അർപ്പിച്ചു. അവൻ അവളെ അടർത്തി മാറ്റി. ഞാൻ നിന്നെ എൻ്റെ ആ പഴയ അച്ചുട്ടിയായി കണ്ടോട്ടെ? അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് അവൻ ചോദിച്ചു. അച്ചു മുഖം ചൊളിച്ചു. അവനൊന്ന് ചിരിച്ചു. കണ്ടോട്ടെ? വീണ്ടും ചോദിച്ചു. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ മൂളി. ചിരിയുടെ ഒന്നുകൂടെ അവളുടെ കവിളിൽ ചുംബിച്ചു. പിന്നെ അടർത്തി മാറ്റി. ടേബിളിലിരുന്ന കൺമശി വിരലാൽ തൊട്ടെടുത്ത് അവളുടെ കണ്ണിൽ വരച്ചു കൊടുത്തു. അച്ചു അനങ്ങാതെ നിന്നു കൊടുത്തു. കൺമഷി കൊണ്ട് പുരികക്കൊടികൾക്കിടയിൽ ഒരു വട്ടപ്പൊട്ട്, സീമന്തരേഖയിൽ കുങ്കുമം, ഒപ്പം നെറ്റിത്തടത്തിൽ ചുംബനം. അവളുടെ മുഖത്തെ കണ്ണോടിച്ചുകൊണ്ട് അവൻ അവളെ കണ്ണാടിയിലിൻ്റെ മുമ്പിലേക്ക് തിരിച്ചു നിർത്തി. അവളുടെ തോളിൽ താടിയൂന്നി കണ്ണാടിയിലൂടെ നോക്കി. അച്ചു അവനെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. അച്ചുട്ടിയെ അവൻ സ്നേഹത്തോടെ വിളിച്ചു. ഒരു തരത്തിൽ അവൾ മൂളി. അവൻ്റെ മുഖം വാടി. അവളിൽ നിന്ന് അകന്നു മാറാൻ നിന്നതും അച്ചു അവനെ അവളിലേക്ക് അടുപ്പിച്ചു. അവൻ്റെ കൈയെടുത്ത് അരയിലൂടെ ചുറ്റിപ്പിടിച്ചു. ബദ്രി പുരികമുയർത്തി അവളെ നോക്കി. കിണ്ണാ. കുസൃതിയോടെ അവൾ കണ്ണാടിയിലൂടെ അവനെ നോക്കി വിളിച്ചു. അച്ചുട്ടാ. അവൻ കള്ളച്ചിരിയോടെ വിളിച്ചു. എന്തോ കിണ്ണാ? അവൾക്ക് ചിരി പൊട്ടി. അച്ചുട്ടാ. പറ കിണ്ണ. ചുണ്ടു കുറിപ്പിച്ചുകൊണ്ട് അവൾ അവന് നേരെ തിരിഞ്ഞു. ഒരു ഉമ്മ തരാവോ? ആദ്യമൊക്കെ നീ ചോദിച്ചു വാങ്ങുമായിരുന്നു ഉമ്മ. വല്ലാതെ മിസ് ചെയ്യുന്നു. ചെറുചിരിയോടെ അവൻ പറഞ്ഞതും അച്ചു അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് അവൻ്റെ മുഖം താഴ്ത്തി. താടിരോമങ്ങൾ നിറഞ്ഞ അവൻ്റെ താടിയിൽ അമർത്തി ചുംബിച്ചു. അപ്പോൾ എൻ്റെ കിണ്ണൻ പോയിട്ട് കുളിച്ചിട്ട് വാട്ടോ. ഞാൻ അടുക്കളയിലേക്ക് പോയി നോക്കട്ടെ. അവൻ്റെ കവിളിൽ മെല്ലെ തട്ടിക്കൊണ്ട് അവൾ റൂമിൽ നിന്ന് ഇറങ്ങി ഓടി. ബദ്രി ചിരിച്ചുകൊണ്ട് അത് നോക്കി നിന്നു. അപ്പോഴാണ് ഒരു കുഞ്ഞു ശബ്ദം കാതിൽ പതിച്ചത്. ബെഡിലേക്ക് നോക്കിയപ്പോൾ കണ്ടു കണ്ണ് ചിമ്മി തുറന്നുകൊണ്ട് അവനെ നോക്കി കിടക്കുന്ന പാറുക്കുട്ടി. ആഹാ, അച്ചയുടെ മുത്ത് എണീറ്റോടാ. അച്ഛൻ്റെ ചോദ്യം കേൾക്കേണ്ട താമസം കുഞ്ഞിപ്പാറു ബെഡിൽ കാലിട്ടടിച്ച് ചിരിച്ചു. ബദ്രി അവൾക്ക് അരികിൽ ചെന്ന് കിടന്നു. പാറുക്കുട്ടി ചെരിഞ്ഞു കിടന്ന് അവൻ്റെ മേൽ പിടിച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു. അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് കിടന്നു. ബദ്രി ചിരിച്ചുകൊണ്ട് പാറുട്ടിയെ പൊതിഞ്ഞു പിടിച്ചു. അച്ചയുടെ പാറുക്കുട്ടിയെ നിറഞ്ഞ വാത്സല്യത്തോടെ വിളിച്ചതും കുറുമ്പി കുലുങ്ങി ചിരിച്ചു. അവൻ്റെ കവിളിലും മൂക്കിൻ തുമ്പിനും എല്ലാം ഉമ്മ കൊടുത്തു. മെല്ലെ ശബ്ദിച്ചുകൊണ്ട് അവൻ്റെ കവിളിൽ കടിക്കാൻ തുടങ്ങി. ബദ്രി ചിരിച്ചുകൊണ്ട് കുറുമ്പിയുടെ ഉണ്ട കവിളിൽ അമർത്തി ചുംബിച്ചു. മാളു. ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ടുകൊണ്ട് ശങ്കർ ഉറക്കെ വിളിച്ചു. ദാ വരണു. അടുക്കളയിൽ നിന്ന് മറുപടി കിട്ടി. അവൻ ചിരിച്ചുകൊണ്ട് മുടി ചീകി. എന്താ ഉണ്ണിയേട്ടാ? അവൾ ധൃതിയിൽ അകത്തേക്ക് കയറി വന്നു. എൻ്റെ ഫോൺ എടുത്തതാ. അവൻ താടിയും മുടിയും ഒതുക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. അമ്മാളു അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. എന്താടി നോക്കി പേടിപ്പിക്കുന്നേ? എടുത്തതാ. അവരും അവളെ നോക്കി കണ്ണുരുട്ടി. ഈ ബെഡിൽ കിടക്കുന്ന ഫോൺ എടുത്തു തരാനാണോ എന്നെ അവിടെ നിന്ന് വിളിച്ചു വരുത്തിയത്? അതെ. അവൻ ഭാവഭേദമില്ലാതെ പറഞ്ഞു. ഓ, ഇങ്ങനെയൊരു മനുഷ്യൻ. അവൾ പിറുപിറുത്തുകൊണ്ട് ബെഡിനടുത്തേക്ക് നടന്നു. പുറകിലൂടെ അവൻ വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. ഉണ്ണീട്ടാ. അവൾ ശാസനയോടെ വിളിച്ചു. എന്താടി? വിട്ടേ, മനുഷ്യന് 100 കൂട്ടം പണിയുള്ളതാ. അതിനമ്മയില്ലേ അവിടെ? അവൻ അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു. അമ്മ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുക. ആണോ? എന്നാ പണിയൊക്കെ കുറച്ച് കഴിഞ്ഞ് ചെയ്യാം. അവളെ തിരിച്ചു നിർത്തി നെറ്റിയിൽ ഒരു നെറ്റി മുട്ടിച്ചു. വിട്ടേട്ടാ. അവൾ കുതറി മാറാൻ നോക്കി. ഇല്ല, നമുക്കും വാവയെ വേണ്ടേ മാളൂ. ഒരു കുറുമ്പിയോ ഒരു കുറുമ്പനോ? അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അവളുടെ മുഖം നാണത്താൽ ചുവന്നു. പറ, വേണ്ടേ? ആ മുഖം കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ഒളിച്ചു. കോളേജിൽ നിന്ന് തിരികെ വരുമായിരുന്നു ബദ്രി. വഴിയരികിലെ തട്ടുകടയിൽ കയറി പതിവ് പരിപ്പടവും വാങ്ങി ബുള്ളറ്റിനടുത്തേക്ക് നടക്കുമ്പോഴാണ് തൊട്ടടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലേക്ക് പോകുന്ന പത്മയെ കണ്ടത്. അവൻ പത്മക്കരികിലേക്ക് ചെന്നു. അമ്മേ. വിളി കേട്ട് പത്മ തിരിഞ്ഞു നോക്കി. ബദ്രിയെ കണ്ടതും അവർ അവിടെ നിന്നു. എന്താ അമ്മ ഒറ്റയ്ക്ക്? അവൻ ചോദിച്ചു. അദ്ദേഹത്തിനുള്ള മരുന്ന് വാങ്ങാൻ വന്നതാ. ഡ്രൈവർ ഇല്ലായിരുന്നോ? അമ്മ എന്തിനാ ഒറ്റയ്ക്ക് വന്നത്? അവൻ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഡ്രൈവർ ഇന്ന് വന്നിട്ടില്ല. അയാളുടെ വീട്ടിലെന്തോ ചടങ്ങ് നടക്കുന്നുണ്ടത്രേ. നിന്റെ അച്ഛന് രാത്രി കഴിക്കാനുള്ള മരുന്നാ. ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. അവൻ്റെ കവിളിലൊന്ന് തലോടിക്കൊണ്ട് അവർ ഷോപ്പിലേക്ക് നടന്നു. ബദ്രി അവരെ പിടിച്ചു വെച്ചു. ഞാൻ വാങ്ങി വരാം. അവരുടെ കയ്യിൽ നിന്ന് ലിസ്റ്റ് വാങ്ങി അവർ ഷോപ്പിലേക്ക് കയറി. കാശ് കൊടുത്ത് മരുന്ന് വാങ്ങി പത്മക്കടുത്തേക്ക് ചെന്നു. എന്നോട് വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, അവൻ പരിഭവത്തോടെ പറഞ്ഞു. അത് സാരമില്ലടാ. വാ, ഞാൻ വീട്ടിലാക്കി തരാം. ബദ്രി അമ്മയുടെ കയ്യിൽ പിടിച്ചു. നിൽക്ക്, എന്നാ ഞാൻ ഓട്ടോ പറഞ്ഞു വിട്ടിട്ട് വരാം.
പത്മ കുറച്ചു മാറി പാർക്ക് ചെയ്ത ഓട്ടോക്കടുത്തേക്ക് പോയതും ബദ്രി ബുള്ളറ്റിനരികിലേക്ക് ചെന്ന് സ്റ്റാർട്ടാക്കി. പത്മ വന്ന് പിന്നിൽ കയറി. അച്ഛനും അപ്പൂനും കുഞ്ഞിന് സുഖാണോടാ? യാത്രക്കിടയിൽ പത്മ ചോദിച്ചു. ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ട് അവൻ മൂളി. അച്ചുമോള് നിന്നോട് മിണ്ടിയോ? അവൾ ഓക്കെയാണമ്മേ, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വീടിന് മുന്നിൽ ബൈക്ക് നിർത്തി പത്മ ഇറങ്ങി. എന്നാ ഞാൻ പോട്ടെ, കയറിയിട്ട് പോകാടാ കണ്ണ, അവർ സ്നേഹത്തോടെ വിളിച്ചു. ബദ്രി ഉമ്മറത്തേക്കൊന്ന് നോക്കി. അവിടെ വീൽചെയറിൽ ദത്തൻ ഇരിപ്പുണ്ട്. വേണ്ടമ്മേ, എന്തിനാ വെറുതെ ഹരിയുടെ അച്ഛൻ്റെ BP കൂട്ടുന്നത്? പിന്നെ ഒരിക്കലാവാം, അതും പറഞ്ഞവൻ അമ്മയെ ഒന്ന് വാരി പുണർന്നു. പിന്നെ യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു. ഉമ്മറത്ത് തന്നെ പാറുകുട്ടിയും കളിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പു. ഒരു കുഞ്ഞി പിങ്ക് കളർ ട്രൗസർ മാത്രമാണ് പുള്ളിക്കാരുടെ വേഷം. ബദ്രയുടെ ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടപ്പോഴേ കുഞ്ഞിപ്പാറു അപ്പുവിൻ്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് തുള്ളി ചാടുന്നുണ്ട്. ത ത ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കി വിളിക്കുന്നുണ്ട്. അച്ചോടാ, അച്ചോന്നാണോ എൻ്റെ പാറുക്കുട്ടി വിളിക്കണേ? അപ്പു അവളുടെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് ചോദിച്ചു. അവൾ ബദ്രിയെ വിരൽ ചൂണ്ടിക്കൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ബൈക്ക് സൈഡാക്കി ബദ്രി അവർക്കടുത്തേക്ക് ചെന്നു. പാറുക്കുട്ടിയെ, പതിയെ വിളി വന്നതും പാറുട്ടി അച്ഛൻ്റെ കയ്യിലേക്ക് ചാടി. ബദ്രി അവളെ എടുത്തുയർത്തി അവളുടെ ഉണ്ണി വയറിൽ മൂക്കുകൊണ്ട് ഇക്കിളിയാക്കി. ആ കുഞ്ഞു ചിരി അവിടെ ഉയർന്നു കേട്ടു. അവൻ്റെ കണ്ണുകൾ ഉമ്മറത്തേക്ക് പാഞ്ഞു. അപ്പോഴതാ കയ്യിലൊരു ഗ്ലാസ് ചായയുമായി അച്ചു വരുന്നു. ബദ്രി കുഞ്ഞിനെ അപ്പൂൻ്റെ കയ്യിൽ കൊടുത്തു. ഒപ്പം ബുള്ളറ്റിൻ്റെ ഹാൻഡിൽ തൂക്കിയിരുന്ന കവറും എടുത്ത് അപ്പൂൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് അച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ചായ. അവൾ അവന് നേരെ ഗ്ലാസ് നീട്ടി. ബദ്രി ഗ്ലാസ് വാങ്ങി തിണ്ണയിൽ വെച്ച് അവളെ കെട്ടിപ്പിടിച്ചു. തലമുടിയിൽ ഉമ്മ വെച്ചു. എന്നിട്ട് ഗ്ലാസ് എടുത്ത് ചുണ്ടോട് ചേർത്തുകൊണ്ട് അകത്തേക്ക് നടന്നു. അച്ചു അവൻ്റെ പോക്ക് കണ്ട് ഓർത്ത് ചിരിച്ചു. ബദ്രി ഫ്രഷായി വന്നപ്പോൾ കണ്ടത് പാറുകുട്ടിയെ മടിലിരുത്തി ഊഞ്ഞാലിരിക്കുന്ന അച്ചുവിനെയാണ്. അപ്പു അവരെ പതിയെ ആട്ടിക്കുടിക്കുന്നുണ്ട്. ബദ്രി അവരെ നോക്കിക്കൊണ്ട് ഉമ്മറപ്പടിയിലിരുന്നു. വേലിക്കൽ ഒരനക്കം കേട്ടു. അങ്ങോട്ട് നോക്കിയപ്പോൾ കണ്ടത് 4-5 കുഞ്ഞി തലകളാണ്. ബദ്രി അവരെ കണ്ടപ്പോൾ അറിയാതെ ചിരിച്ചു. അവർ പതിയെ മുന്നോട്ട് വന്നു. പിന്നെ അച്ചുവിൻ്റെ അടുത്തേക്ക് ഒരു ഓട്ടമായിരുന്നു. അച്ചു, ഇന്ന് കളിക്കാൻ വരുന്നുണ്ടോ? ഒരു കുഞ്ഞി പെണ്ണ് അച്ചുവിൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. അച്ചു അന്തം വിട്ട് 4 എണ്ണത്തിനെയും നോക്കി. ബദ്രിയും അപ്പുവും അടക്കി ചിരിക്കുന്നുണ്ട്. അച്ചു ഞങ്ങളോട് പിടക്കാണോ? അച്ചു ഇല്ലെന്ന് തലയാട്ടി. ബദ്രി അവർക്കരികിലേക്ക് ചെന്നു. ബദ്രി അടുത്തേക്ക് വന്നതും 4 എണ്ണവും പതുങ്ങി. അവരെ ഒന്ന് തുറച്ചു നോക്കിയപ്പോൾ തിരിഞ്ഞ് വേലിയും ചാടി ഇറങ്ങിയൊരു ഓട്ടായിരുന്നു. ബദ്രിയും അപ്പുവും അച്ചുവിനെ നോക്കി ചിരിച്ചു. അവരുടെ ചിരി കണ്ട് അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. നിന്റെ കളിക്കൂട്ടുകാരാണ്, നിന്നെ കളിക്കാൻ വിളിക്കാൻ വന്നതാ, അവളെ ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞു. അച്ചു ഒന്ന് ചമ്മിക്കൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് നിന്നു. കണ്ണേട്ടാ, ഫോണൊന്ന് തരുമോ? പാറുക്കുട്ടിയെ തോളിലേക്ക് ഇട്ടുകൊണ്ട് ബദ്രി അപ്പുവിനെ നോക്കി. എന്തിനാടാ? അത് പിന്നെ ഹോട്ട്സ്പോട്ട്. അപ്പു ഒന്ന് ഇളിച്ചു കൊടുത്തു. ബദ്രി ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് ഫോൺ അവന് കൊടുത്തു. തോളിൽ കിടന്ന് പാറുക്കുട്ടി ഉറങ്ങിയിരുന്നു. ബദ്രി കുഞ്ഞിനെയും കൊണ്ട് റൂമിലേക്ക് പോയി. അച്ചു ബെഡ്ഷീറ്റ് വിരിക്കുമായിരുന്നു. ഉറങ്ങിയോ? തോളിൽ കിടക്കുന്ന പാറുക്കുട്ടിയെ ബെഡിലേക്ക് കിടത്തിയപ്പോൾ അച്ചു ചോദിച്ചു. ബദ്രി അവളെ നോക്കി ചിരിച്ചു. അവൾ ചെന്ന് ഫുഡ് എടുത്തു വെച്ചു. എന്തോ അവളുടെ മുഖം വാടിയത് ബദ്രി ശ്രദ്ധിച്ചിരുന്നു. പെട്ടെന്ന് എന്തു പറ്റി അവൻ ഓർത്തു. അപ്പു നേരത്തെ കഴിച്ചിരുന്നു. ബദ്രി ചെയറിലിരുന്ന് ചോറ് വിളമ്പി. അച്ചുവും ഒരു പ്ലേറ്റ് എടുത്തു. ബദ്രി അവളെ തടഞ്ഞു. ഇന്നലെ പറഞ്ഞത് മറന്നോ? അവനെ നോക്കിയ അച്ചുവിന് മറുപടി കൊടുത്തു. ബദ്രി അവളെ നോക്കാതെ ചോറുരുള വാരി അവൾക്ക് നേരെ നീട്ടി. അച്ചു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അത് വാങ്ങി കഴിച്ചു. കഴിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്താ അച്ചുട്ടാ? അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് അവൻ ചോദിച്ചു. എൻ്റെ അച്ഛൻ എവിടെയാണെന്ന് അറിയോ കിണ്ണ?